ചേച്ചി, ഞാൻ പറഞ്ഞിട്ടാ ഇന്ദ്രേട്ടൻ ഇവിടെ വന്നത്. അമ്മയുടെ പെട്ടെന്നുള്ള നീക്കമൊന്നും ഇന്ദ്രേട്ടൻ അറിയില്ലായിരുന്നു. ഞാനാ ഇന്ദ്രേട്ടനെ അറിയിച്ചത്. ഈ കാര്യം ചേച്ചി അറിയിക്കാൻ വേണ്ടിയാ ഞാനും സത്യേട്ടന്റെ കൂടെ വന്നത്. ഇതൊന്നും ഇവൾ എന്നോട് പറഞ്ഞിട്ടില്ല. അനുചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അമ്മ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്ന കാര്യം നീ എങ്ങനെയാ പ്രതിഭ അറിഞ്ഞത്? പറയാം. ഇന്ന് രാത്രി അനുപമയുടെ വീട്ടിൽ മിക്കവാറും അവളും മോനും മാത്രമേ ഉണ്ടാവൂ. ഏതെങ്കിലും ഒരുത്തരെ നീ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടണം സുകുമാരി. അവൻ പോയി വാതിലിൽ മുട്ടട്ടെ. ഇന്ന് രാത്രി തന്നെ നീ കാര്യം നടത്ത്. അവളെ നീ അവിടുന്ന് നാണം കെടുത്തി ഓടിച്ച നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. അത് കേട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഈശ്വര, അനുചേച്ചി ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? സത്യേട്ടന് ചിലപ്പോ ഓഫീസിൽ തിരക്കാണെങ്കിൽ കോള് പോലും എടുക്കില്ല. ഹലോ, ആ പ്രതിഭ. ഇന്ദ്രേട്ടാ, എനിക്ക് ഇന്ദ്രേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പ്രതിഭ? അതെ, ഭാനുമ്മ ഇന്നവിടെ കാണില്ല. ചിലപ്പോ അനുചേച്ചി മോനെ മാത്രമേ കാണൂ. അതുകൊണ്ട് ഇന്ദ്രേട്ടൻ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനിപ്പോ കുറച്ച് അകലെയുള്ളൂ പ്രതിഭ. എന്തായാലും ഇരുട്ടാകുന്നതിന് മുമ്പ് ഞാൻ അനുവിന്റെ മോന്റെ അടുത്തെത്തിയിരിക്കും. ശരി ഇന്ദ്രേട്ടാ, എന്നാ ഞാൻ വെക്കട്ടെ. സത്യേട്ടൻ പോലും അറിയാതെ ഞാൻ വിളിക്കുന്നെ. ഇന്ദ്രേട്ടൻ എത്തുമല്ലോ അല്ലേ? എത്തും പ്രതിഭ, ഒരു ടെൻഷനും വേണ്ട. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. നീ വെച്ചോ. ശരി ഇന്ദ്രേട്ടാ.